ഇത് ഞാൻ നടത്തിയിരിക്കും. ഇത് നടന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിച്ചിരിക്കും. ഉണനെ വേണ്ടയ്ക്ക് വേണ്ട. മറിയമേ കൊണ്ട് ഞാൻ കെട്ടിച്ചിരിക്കും. മറിയാമയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇല്ലേ? മറിയമേ താൻ കണ്ടിട്ടില്ലേ? ഇല്ല. അയ്യോ, എന്റെ പെങ്ങളായതുകൊണ്ട് പറയാമല്ല, അവളെ ഒന്ന് കാണണം. പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽപ്പായസം പോലൊരു പെണ്ണ്, പഞ്ചാരച്ചിരി കൊണ്ട് പഞ്ചായത്താകെ പതിച്ചിട്ട് വാങ്ങിയ പെണ്ണ്. പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽപ്പായസം പോലൊരു പെണ്ണ്, പഞ്ചാരച്ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശക്ക് വാങ്ങിയ പെണ്ണ്. പൈനാപ്പിൾ പോലൊരു പെണ്ണ്. പൈനാപ്പിൾ എന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് വന്നു നിക്കണാണ്ടില്ലേ ഒരു കൂഴച്ചക്ക. നല്ല പരുവത്തിൽ പൈനാപ്പിൾ പോലെ ഇരുന്നത്, മൂത്ത് പറഞ്ഞപ്പോ കൂഴച്ചക്ക പോലെ ഇരുന്ന് പഴുത്ത് കാക്ക ഒത്തുന്നതിന് മുമ്പ് കെട്ടിച്ചു വിടാൻ പറ്റിയ ചെറുക്കന്മാര് വല്ലതും തന്റെ കയ്യിലുണ്ടോടൂ? ഈ ചക്കക്ക് പറ്റിയൊരു ചെക്കൻ എന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു, ഇരുമ്പനം വാസു. പക്ഷെ അവന്റെ കല്യാണം കഴിഞ്ഞു, ഭാഗ്യത്തിന് ഡൈവോഴ്സായി. വേണമെങ്കിൽ നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കാം. ചെക്കൻ സെക്കൻഡ് ഹാൻഡ് ആണെന്ന് കരുതി പേടിക്കണ്ട, അധികം ഓടിയിട്ടില്ല. ചാടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ എന്റെ മനസ്സിലുള്ള ചെക്കനെ ആരും ഓടിക്കാൻ നോക്കണ്ട. അദ്ദേഹം എന്നേ അവിടെ കുടിൽ കെട്ടി താമസിച്ചു കഴിഞ്ഞു. ബാലേട്ട, എന്റെ ബാലേട്ട. സവാരി ഗിരി 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 ഗിരി. എന്റെ മറിയാമേ, നീ കിടന്ന് മറി. ബാലേട്ട, ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാൻ ഈ ഉള്ള കാലം മുഴുവൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഇതാണ് നിന്റെ കുടുംബത്തോടെയുള്ള കുഴപ്പം. കണ്ണ് തെറ്റിയാൽ എണ്ണയെടുത്ത് കണ്ണിലൊഴിക്കും. നിന്റെ അടുത്ത് ആര് പറഞ്ഞടി ആവശ്യമില്ലാത്തടത്ത് എണ്ണ എടുത്തൊഴിക്കാൻ? ചേട്ടാ, എണ്ണയും വെണ്ണയൊക്കെ വിടു ചേട്ടാ. നമ്മുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അറിഞ്ഞു. നമ്മുടെ ഈ കല്യാണത്തിന് എതിര് നിൽക്കുന്നത് നിന്റെ ആ വൃത്തികെട്ട ആങ്ങളെയാണെന്നാണ്. അവനോട് പറഞ്ഞേക്ക്, വാഴയില വെട്ടി വിരിച്ച് കാത്തിരുന്നിട്ട് മതി എന്നോട് കളിക്കാനെന്ന്. വാടിയങ്ങ് ചെല്ലും അവന്റെ അമ്മയുടെ തറവാട്ടിലേക്ക്. അവന്റെ 3 അടി 4 ഇഞ്ചിൽ ഞാൻ സവാരി ഗിരിഗിരി നടത്തും. പലതുണ്ട് എന്റെ കയ്യിൽ, പല സൈസിൽ പെട്ടക്കുന്നത്. ചേട്ടാ, എന്റെ ചേട്ടനാണ് ചേട്ടാ, ചേട്ടന്റെ ചേട്ടൻ. ചേട്ടാ, അതാണ് ചേട്ടാ എന്റെ ചേട്ടൻ. നീ എന്താ കരഞ്ഞതാണോ, ചിരിച്ചതാണോ, അതോ പേടിപ്പിച്ചതാണോ? നോക്കിക്കോ, ഞാനിനി മിണ്ടില്ല. അപ്പോഴേക്കും പിണങ്ങിയോ മുണ്ടക്കൽ മറിയേ? ഇങ്ങോട്ട് നോക്കൂ. ഇങ്ങോട്ട് നോക്കാൻ. നിന്റെ കവിളിലെന്താ ചുമന്നിരിക്കുന്നത്? നിന്റെ കവിളിലെന്താ? കവിളിടയിൽ കുങ്കുമമോ പരിപുറമെന്ന പരാഗങ്ങളും കരിമിഴിയിൽ കവിതയുമായി മറിയാമേ, നിന്റെ ചൊടിയിൽ വിരിയും അഴകിൻ മധുരം പകർന്നു തരൂ. ചേട്ടൻ രാവിലെ എന്തെങ്കിലും കഴിച്ചോ? യെസ്, മുട്ടനാടിന്റെ ചങ്കിലെ ചോര കുടിച്ചിട്ടാണ് ഞാൻ വന്നത്. ചേട്ടാ, ആട്. ഇതാടല്ല, ഫോൺ. ആട് ഫോൺ. ഇവൻ ആടായും മാടായും എലിയായും പുലിയായും വേണമെങ്കിൽ തൂണ് പിളർന്ന് നരസിംഹമായും പുറത്തു വരും. ഹലോ മൈ ഡിയർ റോങ് നമ്പർ. അതെ, ഞാൻ തന്നെ. എനിക്കൊരു വാക്കേയുള്ളൂ. 4ാമത്തെ പെഗിൽ 5ാമത്തെ ഐസ് ക്യൂബ് ഇടുമ്പോഴേക്കും 6ാമത്തെ പെഗ് അടിക്കാൻ ഞാൻ എത്തിയിരിക്കും. ചേട്ടാ ഫോണിൽ മറിയാമ്മ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, നീരാവി എന്ന് കേട്ടിട്ടുണ്ട്. അത് വേ, ഇത് ധാരാവി ബാർ. ഒറ്റ രാത്രി കൊണ്ട് കഴുകി വെളുപ്പിച്ചവനാണ് ഈ ഞാൻ. അതെന്തിനു ചേട്ടാ? കൂടെയുള്ളവർ വാള് വെച്ച് വൃത്തികേടാക്കിയാൽ പിന്നെ കഴുകി വൃത്തിയാക്കാതെ പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ അവന്മാര് വെറുതെ വിടുവോ?
അമ്മായിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 4 കുടം വെള്ളമെടുത്ത് അവരുടെ തലയിൽ ഒഴിച്ചു. ഈ ശർദിലോ കി സിന്ദഗി കഴുകിയാലും കഴുകിയാലും ഖതം നഹി ഹോ ജാതി. അതെ ഐസിയെ, ആര്? എത്ര തേച്ചാലും കുളിച്ചാലും ചേട്ടൻ എന്റെ മനസ്സിൽ നിന്ന് കഥം നഹി ഹോ ജായേ ഹേ. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. അവന്മാര് 4ാമത്തെ പെഗ്ഗിൽ 5ാമത്തെ ഐസ് ക്യൂബ് ഇടുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. അല്ലെങ്കിൽ മുഴുവൻ അവന്മാരെ അടിച്ചു തീർക്കും. ചേട്ടാ ബാലേട്ടാ, ക്യാ? ചുമ്മാ മ്വാ. വക്കസ്തേ, വക്കസ്തേ. അമ്പോ മഹാദേവാ. അത് ശരി, നിന്റെ മനസ്സിൽ ഇപ്പോഴും അവനാണല്ലേ ആ ബാറിൽ നിന്ന് ഇറങ്ങാത്ത ബാറാം തമ്പുരാൻ. ആ കള്ളുകൂടിയനെ ഇനിയും നീ മറന്നില്ലെങ്കിൽ ഞാൻ സൈനൈഡ് അടിച്ച് തെങ്ങിന്റെ മണ്ടയ്ക്ക് ഒരു കൈവിട്ട് റെയിൽ പാളത്തിൽ തലവെച്ച് ചാകും. ശവം കടലിൽ തൂക്കി നടക്കും. അത് കാണുന്ന നിനക്ക് ചാവട്ടി നിന്റെ കാശാലി ഉറപ്പിക്കും. ഈ ഔസേപ്പിനെ നിനക്ക് അറിയില്ല. ഈ മുതുകൊരങ്ങൾക്ക് കാവലിരുന്ന് ഞാൻ മൂത്ത് നടിച്ചു. എനിക്കിതുവരെ ഒരു പെണ്ണ് കെട്ടാൻ കഴിഞ്ഞില്ല. ഞാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുവാ. അവരെ നിർബന്ധിക്കണ്ട. ഇത്രയും വയസ്സായിട്ടും അവരുടെ മനസ്സിൽ നിന്നും അവന്മാര് പോയിട്ടില്ല. ഞാൻ ഇനിയും വരും, അവരെയും കൊണ്ടുവരും, വന്നിരിക്കും. നിർത്തു. ഒന്നും സംഭവിച്ചിട്ടില്ല. നടന്ന കഥകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അന്ധകാരൻ നാഴിയിൽ തള്ളിയിട്ടിട്ട് നിങ്ങൾ എവിടെ പോയിരിക്കായിരുന്നു? ബോംബെയിലെ ഒരു പന്ന നക്ഷത്ര ഹോട്ടലിൽ പണമുണ്ടാക്കാനായി കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു ഞാൻ. ഒരു നാൾ അവിടെ കള്ളക്കടത്ത് നടത്താനെത്തിയ ജോസ് പ്രകാശ് ഷിയേഡിയാണെന്ന് തെറ്റിദ്ധരിച്ച് എന്നെ ക്രൂരമായി മർദ്ദിച്ചു. എന്നിട്ടവർ എന്നെ ഒരു മുതലക്കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ജീവിതം മുതലമാന്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ നീ മാത്രമായിരുന്നു. ഇന്നും മുതല കടിച്ചു കീറാത്ത ഒന്നു മാത്രമേ എന്റെ ശരീരത്തിൽ ബാക്കിയുള്ളൂ. എന്റെ ഹൃദയം. ഈ മുതല കടിച്ച ശരീരത്തിൽ വർണ്ണമാല്യം ചാർത്താൻ നീ ഒരുക്കമാണോ ത്രേസ്യക്കുട്ടി? ചേട്ടാ, മുതലമാന്തിയാലും പേപ്പട്ടി കടിച്ചാലും എനിക്ക് എന്റെ ചേട്ടൻ മാത്രം മതി. എന്റെ ത്രേസ്യക്കുട്ടി. la 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 la